അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. ട്രസ്റ്റ് അംഗമായിരുന്ന അനിൽ മിശ്ര, ട്രസ്റ്റുമായി ബന്ധമുള്ള ഗോപാൽ റാവു എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തും. കേസിൽ ബാങ്ക് ജീവനക്കാരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭാവന കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്ന ഹർജിയിൽ അടിയന്തരവാദം കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. വിനീത VG ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകൾ ഈ സംഭാവന കൊള്ളയിലെ ഭാഗമായിരുന്നു എന്ന് തെളിയുകയാണോ? ക്ഷേത്രം ട്രസ്റ്റിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? ഈ മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾക്ക്, ട്രസ്റ്റുമായി ബന്ധമുള്ള ആളുകളെയും ഒക്കെ അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണോ SIT? വിനീത VG ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അതായത് അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT കൂടുതൽ പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയാണ്. ട്രസ്റ്റിലെ അംഗങ്ങളും ട്രസ്റ്റുമായി അടുത്ത ബന്ധമുള്ളവരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തി ഈ കേസിന്റെ വ്യാപ്തി കൂടുതൽ ഉണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. SIT കുറെ കൂടി ആഴത്തിലുള്ള അന്വേഷണത്തിലേക്കും പരിശോധനയിലേക്കും കടക്കുകയാണോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ചമ്പത് റായിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുമൊക്കെ ചോദ്യമുനയിലാണുള്ളത്. ട്രസ്റ്റുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നേരത്തെ പരാതി നൽകിയില്ല എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. ട്രസ്റ്റ് അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്താൻ SIT തയ്യാറായി കഴിഞ്ഞു. ഏതായാലും അയോധ്യയിലെ സംഭാവന കൊള്ള എന്നത് കോടിക്കണക്കിന് രൂപയുടെ വൻ തട്ടിപ്പാണ് എന്ന് ബോധ്യമാവുകയാണ്. അതിലേക്ക് വഴിവെച്ച കാര്യകാരണങ്ങൾ, അതോടൊപ്പം തന്നെ അതിലെ പങ്കുപറ്റിയവർ, അതിനെ നിയന്ത്രിച്ചു നിർത്തിയവർ, അതാരുടെ ആസൂത്രണത്തിൽ നടന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ SITയുടെ അന്വേഷണത്തിലൂടെ, പരിശോധനയിലൂടെ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തി SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ ആഴത്തിൽ ഈ പരിശോധനകൾ പോകുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വിനീത VG ഞങ്ങളുടെ പ്രതിനിധി, ചെറിയ സാങ്കേതിക തടസ്സം കാരണം വിനീതയെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ശ്രമിക്കുന്നുണ്ട്. വിനീത നമ്മളോടൊപ്പമുണ്ട്. വിനീത, ഇപ്പോൾ ഈ ട്രസ്റ്റി ആയിരുന്ന ചമ്പത് റായി, അതോടൊപ്പം തന്നെ ചമ്പത് റായിയോട് അടുപ്പമുണ്ടായിരുന്ന ആളുകൾ, ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിന്നവർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയാണ് SIT ഇനി ചെയ്യാൻ പോകുന്നത്. അന്വേഷണം കുറെ കൂടി ആഴത്തിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിനീത, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? ഈ ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ചമ്പത് റായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. നേരത്തെ തന്നെ ചമ്പത് റായിയെ ചോദ്യം ചെയ്യണമെന്നും ചമ്പത് റായിക്കെതിരെ കേസെടുക്കണമെന്നും ഒക്കെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ചമ്പത് റായിയെ സംരക്ഷിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുവെന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ ചമ്പത് റായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചമ്പത് റായി ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തെ അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ചമ്പത് റായിക്ക് പിന്നാലെ തന്നെ നേരത്തെ ഈ ട്രസ്റ്റ് അംഗമായിരുന്ന അനിൽ മിശ്രയെ ഇനി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ട്രസ്റ്റിലെ കൂടുതൽ ജീവനക്കാരെയും അംഗങ്ങളെയും ഒപ്പം ഈ ബാങ്ക് ജീവനക്കാരെയും ഒക്കെ അന്വേഷണ സംഘത്തിന്റെ റഡാറിലുണ്ട്. ഇവരെയൊക്കെ അന്വേഷണ സംഘം വീണ്ടും വളരെ വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ബാങ്കിലെ ജീവനക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 2 ബാങ്ക് ജീവനക്കാർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. കാരണം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 8 പ്രതികളിൽ 5 മുതൽ 8 വരെയുള്ളവർ ഈ ബാങ്കിലെ മുൻ ജീവനക്കാർ, ഒപ്പം തന്നെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചമ്പത് റായിയും ഒപ്പം തന്നെ മറ്റ് ചില ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അനിൽ മിശ്രയായിരിക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. അദ്ദേഹവും ഈ വിവാദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഈ ട്രസ്റ്റ് അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ഈ സമയം കടന്നിരിക്കുന്നത്. ഒപ്പം ഏതാണ്ട് 10 ഇടങ്ങളിലാണ് അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ നിർണായകമായിട്ടുള്ള രേഖകൾ, ആഭരണങ്ങൾ വാങ്ങിയ ബില്ലുകൾ, കരാർ ഉടമ്പടികൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയതായിട്ടാണ് വിവരം. ശരി വിനീത, അതായത് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുന്നു, കൂടുതൽ ആഴത്തിലേക്ക് അന്വേഷണം കടക്കാൻ പോകുന്നു. ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ പുറത്തുവരും. വിനീത, ഇതിന് പിന്നിലൊരു കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആസൂത്രകൻ ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാകണമെന്നില്ല, പുറത്തു നിന്നാകാം. അങ്ങനെയൊക്കെയുള്ള നിഗമനങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ?
ജിക്ക് കൃത്യമായിട്ടുള്ള ആസൂത്രണം ഈ പരിപാടിക്ക് പിന്നിൽ, അതായത് ഈ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ഈ 8 ജീവനക്കാർ, ഈ 8 അറസ്റ്റിലായ ജീവനക്കാരും ഈ ബാങ്ക് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും താഴെ നിലയിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവർക്കപ്പുറം ഇത് നിയന്ത്രിക്കാൻ കൃത്യമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഉന്നതർ ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെയും സംശയം. ഈ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായതായി അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു വിവരം, ഇത്തരത്തിലേക്കൊരു ക്രമക്കേട് നടക്കുന്നതായി ട്രസ്റ്റിന് തന്നെ നേരത്തെ അറിവുണ്ടായിരുന്നതായിട്ടുള്ള ഒരു വിവരമാണ് ലഭ്യമാവുന്നത്. തുടർന്ന് ഈ അറസ്റ്റിലായ പ്രതിയുടെ വീട്ടിൽ, അനിൽ ശുക്ലയുടെ വീട്ടിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ട്രസ്റ്റ് ജീവനക്കാർ വീട് സന്ദർശിച്ചിരുന്നതായിട്ടുള്ള ചില ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടും എന്തുകൊണ്ട് ഈ ട്രസ്റ്റ് അംഗങ്ങൾ ഇത് പോലീസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികളെയോ അറിയിച്ചില്ല എന്നാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത്. അതായത് ഈ കൃത്യമായിട്ടുള്ള ചില ഉന്നതരുടെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അത്തരത്തിലേക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ചമ്പത് റായിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അറസ്റ്റിലായ 8 പേരിൽ പ്രധാനി ചമ്പത് റായിയുടെ വിശ്വസ്തനായിരുന്ന ടിനു യാദവാണ്. ടിനു യാദവിന്റെ പക്കൽ നിന്നും ഈ സംഭാവന എത്തുന്ന ഈ ഭണ്ഡാരപ്പെട്ടികളുടെ താക്കോൽ ഉൾപ്പെടെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ ഈ ക്ഷേത്രത്തിൽ ജീവനക്കാരായി എത്തിയതിനു ശേഷം വലിയ സാമ്പത്തിക നിലയിലേക്ക് മാറിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ അവിടെ വസ്തുവകകൾ വാങ്ങിയിട്ടതായും ഇവരുടെ വീടുകൾ വീണ്ടും മോടി പിടിപ്പിച്ചതായും ഒക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ടിനു യാദവ് 40 ലക്ഷം രൂപയുടെ വീട് അത് പിന്നീട് ഈ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം അയോധ്യയിൽ വാങ്ങിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ ഈ 8 പ്രതികളുടെയും വീടുകളിൽ ഒരേ സമയം അന്വേഷണ സംഘം റെയ്ഡ് നടത്തുകയും അവരുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ മൊഴികളും വിശദാംശങ്ങളും തേടുകയും ചെയ്തത്. ഈ ട്രസ്റ്റ് അംഗങ്ങളിലേക്ക് കൂടിയാണ് ഇനി അന്വേഷണം എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചമ്പത് റായിയുടെ അടക്കം മൊഴി ശേഖരിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം നീങ്ങുന്നത്. ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തും ഈ ഘട്ടത്തിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇതിനോടകം അവർ ആവർത്തിക്കുന്നത് ഈ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ 8 പേരും ക്ഷേത്രത്തിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാരാണ്. ഇവർക്കപ്പുറം ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ അംഗങ്ങൾ അറിയാതെ ഇത്രയും വലിയൊരു കൊള്ള അത് ഈ ക്ഷേത്രത്തിൽ ഇത്രയും കാലഘട്ടമായി എങ്ങനെ നടത്താൻ കഴിയുമെന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ ട്രസ്റ്റിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൃത്യമായിട്ടുള്ള CCTV രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഇത് ക്രമീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനകത്ത് എത്തുന്ന ഉദ്യോഗസ്ഥർ അവർ തിരിച്ചു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നില്ല എന്നും. ഏതായാലും ഒരു വലിയ വിഭാഗം ആളുകൾ ഈ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ നിഴലിലാണ്. അതിലെ ട്രസ്റ്റ് അംഗങ്ങൾ, അതുമായി ചേർന്ന് നിന്നിട്ടുള്ള ആളുകൾ, ബാങ്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ കൂടുതൽ ആളുകൾ കൈയിട്ട് വാരിയിട്ടുണ്ടോ, അവർക്കൊക്കെ ഇതിൽ ഏത് തരത്തിലുള്ള ബന്ധമാണുള്ളത്, ഇതിന് പിന്നിലുള്ള കൃത്യമായ ആസൂത്രണം ആരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. വിനീത VG ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.